ദേശീയപാതയിൽ നിന്ന് അതിഥി തൊഴിലാളികൾ സമ്പാദിച്ചത് കോടികൾ. സാധനം സൂക്ഷിക്കാൻ ഗോഡൌണിന് 60,000 രൂപ വാടകയും പോലീസ് പെട്രോളിങ്ങിനിടെ ചുരുളഴിഞ്ഞത് ഞെട്ടിക്കുന്ന കവർച്ച. കോഴിക്കോട് പന്തീരങ്കാവിൽ പതിവ് പോലീസ് പെട്രോളിങ്ങിനിടെ ചുരുളഴിഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ കവർച്ച. ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചു വിറ്റ് കേരളത്തിൽ കൂലിപ്പണിക്കെത്തിയ ആസാം സ്വദേശിയായ സമ്പാദിച്ചത് കോടികളാണ്. യുവാവ് ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡരികിൽ ഒരു സൈക്കിൾ റിക്ഷ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് അന്വേഷണമാണ് കോടിക്കണക്കിന് രൂപയുടെ കവർച്ച കൊണ്ടുവന്നത്. മുഖ്യപ്രതി മുനവർ അലിയും കൂട്ടാളിയും ഇവ കവർച്ച ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവരുടെ താമസ സ്ഥലത്തെത്തി ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. മോഷണ മുതലുകൾ സൂക്ഷിക്കാൻ പ്രതികൾ 60,000 രൂപ വാടകയുള്ള ഗോഡൌണും വാടകയ്ക്കെടുത്തിരുന്നു. ഇവിടെ നിന്ന് 9 ലക്ഷം രൂപയുടെ മോഷണ സാധനങ്ങളാണ് പോലീസ് പിടികൂടിയത്. മിക്കതും ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ. കഴിഞ്ഞ ദിവസം ഇവരുടെ കൈവശമുണ്ടായിരുന്ന 1 കോടിയോളം രൂപ വില വരുന്ന കവർച്ച മുതലുകൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോയെന്നും പോലീസ് അറിയിക്കാനായി. കവർച്ചയ്ക്ക് ഉപയോഗിച്ച 6 സൈക്കിൾ റിക്ഷകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുനവർ അലിക്ക് പുറമെ റഹ്ന, മിലൻ, മൊയ്മൽ അലി, ഐമൽ അലി എന്നിവരാണ് അറസ്റ്റിലായത്. പന്തീരങ്കാവ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കോടിക്കണക്കിന് രൂപയുടെ മോഷണം ചുരുളഴിച്ചത്.